തിരുക്കുമാരനും കൃപാസന പ്രസാദര മാതാവിനും സ്വസ്ത്രം. ഞാൻ എലിസബത്ത് റാണി, സെൻറ്റ് ജോർജ് പെരുമാനൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്, എറണാകുളം. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2018 29 ഒക്ടോബർ മാസമാണ്. അൽത്താരയിൽ എൻ്റെ രണ്ടാം സാക്ഷ്യമാണ്. കോവിഡ് സമയത്ത് ഞാൻ ഓൺലൈനായിട്ട് സാക്ഷ്യം പറഞ്ഞിരുന്നു. അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി മാത്രം ലഭിച്ച ഒരു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. 2018 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ഭർത്താവിന് കടബാധ്യതയുണ്ടായിരുന്നു. അത് ഞാൻ നിയോഗമായി വെച്ചിരുന്നു. അത് പുതുക്കുമ്പോഴെല്ലാം അത് എഴുതിയിരുന്നു. അത് കടബാധ്യതയൊന്നും മാറിയില്ല. ഞാൻ എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഒരു സാക്ഷ്യത്തിൽ ഞാൻ കേട്ടു, മാതാവിൻ്റെ മൗനം അനുഗ്രഹം വെള്ളിയേക്കാൾ വിലയുള്ളതാണ്, മൗനം സ്വർണത്തേക്കാൾ വിലയുള്ളതാണ്. അതിൽ ഞാൻ വിശ്വസിച്ചു. എൻ്റെ കടബാധ്യതയിലും മാതാവ് മൗനം പാലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് വളരെയേറെ ഒരു അനുഗ്രഹം തരാനായിട്ടാണ് മാതാവ് മൗനം പാലിക്കുന്നത്. 2023 എൻ്റെ ഹസ്ബൻഡിന് ഡെങ്കി ഫീവർ വന്ന് പെട്ടെന്ന് മരണപ്പെട്ടു. അപ്പോൾ ഈ കടബാധ്യതയെല്ലാം ബാങ്ക് ലോണായിരുന്നു. ആ ബാങ്ക് ലോണെല്ലാം അടക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് മാർഗമുണ്ടായിരുന്നില്ല. അന്ന് കയ്യിൽ മരണപ്പെട്ടപ്പോൾ ബാങ്കുകാരിത് അടക്കണം എന്ന് പറഞ്ഞപ്പോൾ കയ്യിൽ പൈസ ഇല്ല. എന്ത് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു. മാതാവിനോട് നിയോഗം വെച്ചു. പുതുക്കാൻ വന്നപ്പോൾ വീണ്ടും നിയോഗം വെച്ചു, മാതാവെ അനുഗ്രഹിക്കണം, സഹായിക്കാൻ ആരുമില്ല. മാതാവിൻ്റെ രൂപത്തിൽ ചെന്ന് മാതാവിനെ നോക്കി ഒന്ന് കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മാതാവ് അപ്പം തന്നെ സഹായിക്കും. അതിനെനിക്ക് അനുഭവമാണ്. ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസാണ്. ബാങ്ക് ലോൺ മാറി അത് അടക്കാൻ പറ്റാതായപ്പോൾ അത് ജപ്തി നോട്ടീസിലേക്കാണ് പോകുന്നത്. നിങ്ങൾ വേഗം തന്നെ ലോൺ അടക്കുക, അല്ലെങ്കിൽ ജപ്തിയിലോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. കേട്ട് സങ്കടപ്പെട്ടപ്പോൾ ഞാൻ മാതാവിൻ്റെ രൂപത്തിലും ചെന്നിട്ട് പറഞ്ഞു, മാതാവേ എന്നെ സഹായിക്കണം, എന്നെ സഹായിക്കാൻ ആരുമില്ല, എൻ്റെ വീട് രക്ഷിക്കണം, ഞങ്ങൾക്ക് ആരുമില്ല. ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ച് നിലവിളിച്ച് കഴിഞ്ഞപ്പോൾ തൊള്ള എനിക്കൊരു ഫോൺ വന്ന്. അത് എൻ്റെ 1.5 കോടിയോളം രൂപയായിരുന്നു എനിക്ക് ബാങ്ക് ലോണായിട്ട് കടമായിട്ടുണ്ടായിരുന്നത്. ആ ബാങ്ക് ലോണാണ് ജപ്തിയിലേക്ക് പോണത്. അത് അടക്കാൻ യാതൊരു മാർഗവും ഇല്ലായിരുന്നു. അപ്പോഴാണ് ചേട്ടൻ്റെ മകൻ വിളിച്ചും. ഞാനപ്പോൾ പറഞ്ഞു, ചേട്ടൻ്റെ മകനോട് പറഞ്ഞ് ഇങ്ങനെ ജപ്തിയിലേക്ക് പോകുന്നതാണ്, ജപ്തി നോട്ടീസാണ്, ഇതിലേക്ക് പോണതിൻ്റെ നോട്ടീസാണ് എനിക്ക് കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ്റെ മകൻ പറഞ്ഞ്, ആൻറ്റി വിഷമിക്കണ്ട, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ മകൻ, മാതാവിൻ്റെ രൂപത്തിൽ ചേട്ടൻ്റെ മകൻ വന്ന് എന്നെ സഹായിച്ചു. വേണ്ടതെല്ലാം ബാങ്കിൽ കയറി ഇറങ്ങി നടന്ന് ബാങ്ക് ലോൺ അത് ഈ 1.5 കോടി എന്നുള്ളത് 85 ലക്ഷമായിട്ട് കുറച്ചു. അപ്പം അത് അടയ്ക്കാനായിട്ട് ഞങ്ങൾക്ക് ആകെ പെയിൻറ്റ് ഷോപ്പായിരുന്നു. പെയിൻറ്റ് ഷോപ്പ് നിർത്തി അതിൻ്റെ കുറേ കടങ്ങളൊക്കെ അതുവഴി തന്നെ നിർത്തി. ബാക്കി കയ്യിലുണ്ടായിരുന്നത് 25 ലക്ഷം മാത്രമാണ്. എല്ലാവരോടും ചോദിച്ചെങ്കിലും ആരും ഇത്രയും വലിയ തുക തന്ന് സഹായിക്കാനുണ്ടായില്ല. ആ സമയത്താണ് എൻ്റെ മകന് സാലറി ഹൈക്ക് ഉണ്ടായിരുന്നു. ഭർത്താവിൻ്റെ പെൻഷൻ, എൻ്റെ പെൻഷൻ എല്ലാം കൂടി ചേർത്ത് 85 ലക്ഷം രൂപ കണ്ടെത്തി. കഴിഞ്ഞ നവംബർ 29 ഈ ലോൺ അടച്ച് ഡിസംബർ 3 16 വർഷമായിട്ട് ബാങ്കിൽ ഇരുന്നേച്ച ആധാരം എൻ്റെ കയ്യിൽ കിട്ടി. ഈ ബാങ്ക് ഡോക്യുമെൻറ്റ്സ് തിരികെ എടുത്തു തന്നത് മാതാവ് മാത്രമാണ്. ഞാൻ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പക്ഷേ ഈ
സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഒരു സാക്ഷ്യത്തിൽ കേട്ട് ഒരു മകന് 1 കോടിയോളം രൂപ കടബാധ്യതയുണ്ടായി. അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ ഒരു കാശ് രൂപം കൊടുത്തിരുന്നു. കാശ് രൂപം വീട്ടിൽ കുഴിച്ചിട്ടിരുന്നു. അപ്പോൾ അത് പ്രകാരം ഞാനും എൻ്റെ കയ്യിൽ ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയ കാശ് രൂപം വീട്ടിൽ കുഴിച്ചിട്ട് എല്ലാ പ്രാവശ്യവും ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ ഉപ്പ് കൊണ്ടുപോയി 4 അതിരിലും വിശ്വാസ പ്രമാണം ചൊല്ലിയിടും. വീട്ടിലുള്ള ഒരു കസേരയിൽ ബാങ്ക് ഓഫീസറാണെന്നുള്ള കണക്കാക്കി അവർക്ക് കൃപയുണ്ടാകണേ, മാതാവേ അനുഗ്രഹിക്കണമേ, ആ ബാങ്ക് ഓഫീസറിനെ ഞങ്ങൾക്ക് തുക കുറച്ച് തരാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ, ആ ബാങ്ക് ഓഫീസറിനെ കൊണ്ട് കുറപ്പിച്ച് തരണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും ഞാൻ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. മാതാവേ വീട് സംരക്ഷിച്ച് തരണം, ജപ്തിയിൽ നിന്ന് ഒഴിവാക്കണം, വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക്. മകൻ്റെ സാലറിയും പെൻഷനും എല്ലാം കൊണ്ട് 85 രൂപ, അറിയില്ല എങ്ങനെയാണ് 85 രൂപ കിട്ടിയെന്ന്, അതും കയ്യിലില്ലായിരുന്നു. പക്ഷെ മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് അത് എത്തി അടച്ചു. ഇപ്പോൾ വീടും കിട്ടി, സമാധാനവും തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഫിലിപ്പിയർ 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും.